സിനിമ നിങ്ങൾ മിസ് ചെയ്യാതെ പോയിട്ട് കാണണം. കാരണം അത്രയും എന്താ പറയുക, ഞാൻ വിചാരിച്ച പോലെ അല്ല ഞാൻ കണ്ടത്. അത്രയ്ക്കും അടിപൊളിയാണ്. എൻ്റെ മനസ്സിലിപ്പോൾ ലഡു പൊട്ടിയിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹമാണല്ലോ ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ളത് കൊണ്ട് ലഡു, എൻ്റെ മനസ്സിലുള്ള ലഡു ഇപ്പോൾ പൊട്ടിയിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും വന്നിട്ട് സിനിമ ഇപ്പം തന്നെ കാണണം. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഒരു വയനാട്ടിൻ്റെ മണ്ണിൽ ആദിവാസി സമൂഹത്തിൻ്റെ അവരുടെ ലൈഫ് തന്നെയാണ് ഡയറക്ടേഴ്സ് റൈറ്റർ അതേപോലെ തന്നെ രചിച്ചിട്ട് നമ്മൾ അഭിനയിച്ചിരിക്കുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഷൂട്ട് ചെയ്ത പോലെയുള്ള വിഷ്വലി കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട്. മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാം, സപ്പോർട്ട് ചെയ്യുക. നല്ല ഒരുപാട് സന്തോഷം തോന്നുകയാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണേലും ആ വയനാട്ടിലെ ആ കോളനിയിലുള്ള ആളുകളുടെ സ്നേഹവും ഒരു നന്മയുള്ള ഹൃദയമുള്ള മനുഷ്യരെ കാണാൻ പറ്റിയ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ സുഹറ ടീച്ചറായിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കുറിഞ്ഞിയുടെ ടീച്ചറായിട്ടാണ്. കുറിഞ്ഞിയുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് ഇതിലെ ടീച്ചർ. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണുക. വ്യത്യസ്തമായൊരു കഥയാണിത്. ഞാനിതിനകത്ത് അമ്മ റോളാണ് ചെയ്തിരിക്കുന്നത്. അമ്മ ചെറിയൊരു വില്ലത്തിയും കൂടിയാണ്. വളരെ നന്നായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പാവം ആളുകളുടെ കഥയാണ്. നന്മയുള്ളൊരു കഥ, കാടിനെ തൊട്ടറിയുന്ന കഥ. എല്ലാവരും കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് സന്തോഷം. ഇതിലെ മൂപ്പൻ്റെ ഭാഗം അഭിനയിച്ചൊരു നടനാണ് ഞാൻ. ശരിക്ക് പണിയ ഭാഷയിലായി സിനിമ പോയത്. ആ ഭാഷ പഠിക്കാൻ അവരോടൊപ്പം അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ആ ഇത് ചെയ്യാനും എനിക്ക് പറ്റി. വല്ലാത്തൊരു അനുഭവം. ആരെങ്കിലും ഇതിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവമായിട്ട് അനുഭവപ്പെടുന്നു. വല്ലാത്ത സന്തോഷമുണ്ട്. ഈ സിനിമ പതിവ് സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അവകാശവാദന്മാരെ സിനിമയും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമമാണെന്ന് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സിനിമ കാണണമെന്നാണ് സ്നേഹത്തോട് പറയാൻ. സിനിമയെക്കുറിച്ച് പറയേണ്ടത് ഞാനല്ലോ, ഞാൻ എൻ്റെ റൈറ്ററാണ്, പിന്നെ അതിലൊരു അഭിനേതാവ് കൂടിയാണ്. പക്ഷേ വളരെ കൂടെയുള്ളവരും കണ്ടവരും നല്ല അഭിപ്രായമാണ് പറയണത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഒരു കച്ചവട സിനിമയുടെ വിജയമായിട്ടല്ല ഞങ്ങളത് പ്രതീക്ഷിക്കുന്നത്. സിനിമയും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്നാണ് ഞങ്ങൾ ഇതിൻ്റെ പരസ്യവാചകമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ആ അഭിമാനം തീർത്തും നിലനിർത്തുന്ന രീതിയിലാണ് കൂടെ ആദ്യമായി കണ്ട പ്രേക്ഷകർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ഇനിയും പ്രേക്ഷകർ ഞങ്ങളെ നെഞ്ചോട് ചേർക്കും എന്നാണ് വിശ്വസിക്കുന്നത്. സംവിധായകനും ഞങ്ങളുടെ ക്രൂവിനും എല്ലാവർക്കും വേണ്ടിയുള്ള നന്ദിയും സ്നേഹവും. ഒരു ട്രൈബൽ വിഭാഗത്തിൻ്റെ ഒരു സ്റ്റോറി ആയിരുന്നു. പൊതുവെ ആ ഒരു വയനാട്ടിലെ ഒരു ട്രൈബൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ല സിനിമയായിരുന്നു. അതെ, ആവൂസിനെ പേഴ്സണലി അറിയാം. അതുകൊണ്ട് വളരെ സന്തോഷം ആവൂസിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. പടം കൊള്ളായിരുന്നു. സാധാരണക്കാരുടെ ജീവിതം നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള മൂവീസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് കൊള്ളായിരുന്നു. സിനിമ നല്ലതായിരുന്നു. പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ ജീവിതം നമുക്ക് ഇപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ടോ നമുക്കറിയില്ല. സിനിമയിലൂടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. പടം കൊള്ളായിരുന്നു. അത് വെച്ചാൽ പടക്കാര് കാരണം സാധപ്പെട്ടവരുടെ ജീവിതം പോകുമ്പോൾ നിയമം നമുക്ക് സപ്പോർട്ട് ഇല്ലാത്തൊരു സമയത്ത് അത് സ്വന്തമായിട്ട് നേടിയെടുക്കുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പടമായിരുന്നു. അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മൂവി ആയിരുന്നു. കാടിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ കിട്ടുന്നൊരു പിക്ചറുണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അവരുടെ കുറേ ആചാരങ്ങളും എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരുന്ന സിനിമയാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും എത്രമാത്രം പുറത്ത് സമൂഹത്തിലുള്ളവർ എന്തുമാത്രം കൂടെ നിൽക്കുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു സിസ്റ്റം അവരെ സപ്പോർട്ട് ചെയ്യാനില്ല. ഇവർക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ വന്നിട്ട് കൂടിയും ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ അവരുടെ മാത്രം, കാടിൻ്റെ മക്കളുടെ മാത്രം അവർക്ക് എങ്ങനെ അവരുടെ രീതിയിൽ നിന്ന് ഒരു അവരുടെ ഒരു നീതി ജസ്റ്റിസ് കിട്ടുമോ ആ രീതിക്ക് ഇവർ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പുറത്തൊരു സ്റ്റേഷൻ്റെ പരാതി കൊടുത്തിട്ടും അല്ലെങ്കിൽ അങ്ങനെ അന്വേഷിച്ചിട്ടും ഒന്നും ഇല്ലാതായിട്ടും അവർ സ്വന്തമായിട്ട് അവർക്ക് എന്താണോ ഇതിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന ഒരു നീതി അത് അവർ തന്നെ അവരുടെ നീതി അവർ തന്നെ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു മൂവിയാണ്. നല്ല മൂവിയായിരുന്നു. കുഴപ്പമില്ല. അടിപൊളി പടമാണ്. എല്ലാ വളരെ കാസ്റ്റിംഗ് ആയാലും ഏതൊരു സംഭവമായാലും എല്ലാം അടിപൊളിയാണ്. പിന്നെ കാടിലെ മക്കളുടെ ജീവിതമാണ് കാണിക്കുന്നത്. അവരുടെ ഒരു കഷ്ടമായാലും എല്ലാം അതുപോലെ തന്നെ ഒപ്പിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെ ഫീൽ ഗുഡ് നല്ലൊരു പടമാണ്. നമുക്ക് കയറിയിരിക്കുമ്പോൾ നമ്മളതിൻ്റെ അത് ഒരു കഥാപാത്രമാണെന്നുള്ള തോന്നൽ തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നത് നല്ലൊരു പടം. വളരെ മനോഹരമായ ചിത്രമായിരുന്നു.
ഓരോ കഥാപാത്രങ്ങളും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വലിയ വൻ വിജയമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.